നമസ്കാരം. കഴിഞ്ഞ ദിവസം ഈ ഭാരതീപനം സ്വാമിയുടെ അതായത് നമ്മുടെ തിരുനാവായ മഹാമാഘം നടത്തിയ ജൂനാഖാഡയിലെ മഹാമണ്ഡലേശ്വരായ സ്വാമിയുടെ വളരെ വ്യാപകമായ ഇൻ്റർവ്യൂകൾ ഇങ്ങനെ ചാനലുകളിൽ സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായി പോകുന്നു. ഉത്തരവാദിത്തപ്പെട്ട ഒരുപാട് വളരെ റീച്ചുള്ള ഒരുപാട് ചാനലുകളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പഴയ SFIയുടെ തൃശ്ശൂർ കേരളവർമ്മ കോളേജിലോ മറ്റോ പഠിക്കുകയും കേരളവർമ്മ കോളേജിലെ തൃശ്ശൂർ ഏതോ കോളേജിൽ പഠിക്കുകയും അദ്ദേഹം SFIയുടെ ജില്ലാ വൈസ് പ്രസിഡൻ്റ് ആയിരിക്കുകയും ചെയ്തു. അവിടെ നിന്ന് പത്രപ്രവർത്തകനായി ജോലി ചെയ്യുന്നു. അവിടെ നിന്നാണ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് കാശിയിലൊക്കെ പോകുന്നു. അവിടെ നിന്ന് ആത്മീയതയെക്കുറിച്ച് മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് സ്വാമിയായത്, സന്യാസിയായത്. അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഇൻ്റർവ്യൂകളിൽ ഒരു കാര്യം വളരെ വ്യക്തമായി പറയുന്നു. അത് ഞാൻ ഇന്നിവിടെ നമ്മൾ ചർച്ചയ്ക്ക് വെക്കുന്ന കാര്യം ഇതിന് സമാന്തരമായി ഇന്നലെ നിയമസഭ കോംപ്ലക്സിൽ ഇതിന് സമാനമായി ശങ്കരനാരായണ തമ്പി ഹാളിലാണെന്ന് തോന്നുന്നു, മിഷൻ 2031 ഒരു മീറ്റിംഗ് പ്ലാനിംഗ് ബോർഡും ഗവൺമെൻറ്റും കൂടി നടത്തുന്നുണ്ട്. അതിൽ ജനാധിപത്യത്തെക്കുറിച്ചും ജനകീയ ചർച്ചകളെക്കുറിച്ചുമൊക്കെ ജനാധിപത്യ ഇന്ത്യയും ജനകീയ ചർച്ചകളുമൊക്കെ കുറിച്ച് ബാലഗോപാൽ സംസാരിക്കുന്നുണ്ട്. ഇത് രണ്ടും വിലയിരുത്തിക്കൊണ്ട് പിന്നെ CP ജോണിൻ്റെ പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ SFIയുടെ വലിയ നേതാവായിരുന്ന, എന്നാൽ ഇപ്പോൾ CMPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുന്ന CP ജോൺ, അത്യാവശ്യം അദ്ദേഹം ഒരു ബുദ്ധിജീവി പരിവേഷത്തിലുള്ള ഒരാളാണ്, ബുദ്ധിജീവിയായിട്ട് കണക്കാക്കുന്ന ഒരാളാണ്, മാർക്സിസത്തെക്കുറിച്ചൊക്കെ നല്ല കാഴ്ചപ്പാടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും കെ വേണു വലിയ മാർക്സിയൻ വിമർശകനാണ്. വിമർശനം എന്ന് പറഞ്ഞാൽ മാർക്സിസത്തെ നന്നായി അരച്ച് കലക്കി കുടിച്ച് വിമർശിച്ച് ജനാധിപത്യത്തിന് വേണ്ടി ഒരുപാട് വാദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കുറേ ആളുകളുടെ ചർച്ചകൾ വന്നപ്പോൾ ഇതൊരു ചർച്ച ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതിൽ നമ്മുടെ ഭാരതീപന സ്വാമി പറയുന്നത് കാറൽ മാർക്സിനും ഏംഗൽസിനും ഉണ്ടായ ഒരു ഈഗോയുടെ ഇടയ്ക്ക് നിന്ന് ഏംഗൽസിൻ്റെ സമ്പത്തിൽ ഒരു അസൂയപ്പെട്ടതിൽ നിന്ന് രൂപപ്പെട്ട ഒരു സൈക്കോപാത്താണ്, ഒരു മാനസിക വിഭ്രാന്തിയിൽ ഊന്നിയ ഒരു തത്വശാസ്ത്രമാണ് ഈ കമ്മ്യൂണിസവും മാർക്സിസവും. അതൊരു തേർഡ് സെമറ്റിക് മതമാണ്. ഒന്നാമത്തെ ക്രിസ്ത്യൻ മതം, രണ്ട് ഇസ്ലാം മതം, മൂന്നാമത്തെ സെമറ്റിക് മതമാണ് കമ്മ്യൂണിസം, മാർക്സിസം. അതിനകത്ത് മറ്റ് രണ്ട് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് നബിയുടെ വചനങ്ങളുമായി ബന്ധപ്പെടുത്തിയ നിശ്ചിതമായ ഒരു ജീവിതവും അതനുസരിച്ചൊരു ലോകക്രമം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലാണ് അവർ. അതാണ് അവരുടെ പ്രധാനപ്പെട്ട ഏരിയ. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിൽ വന്നുകൊണ്ടുള്ള, മറ്റുള്ള അത്രയും കർക്കശ്യവും തല്ലും വഴക്കൊന്നുമില്ല. മറ്റത് കുറച്ചുകൂടി കർക്കശ്യമാണ്, കുറച്ചുകൂടി അക്രമമെങ്കിൽ അക്രമം, തല്ലെങ്കിൽ തല്ലെന്ന് പറഞ്ഞ് നിൽക്കും. ഇവിടെ അങ്ങനെയില്ല. തല്ലൊന്നും എന്നല്ല ഞാൻ പറഞ്ഞ, വേണമെങ്കിൽ തല്ലെങ്കിൽ തല്ല്. പക്ഷേ ഇപ്പോഴത്തെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അങ്ങനെയല്ല, എല്ലാം സ്നേഹത്തിൻ്റെ ഭാഷയാണ്, ഒരു സൗഹൃദത്തിൻ്റെ ഭാഷയിൽ നിന്നുകൊണ്ടുള്ള, എന്നാൽ സാമ്രാജ്യം നിങ്ങൾ തീർക്കണം അല്ലെങ്കിൽ എല്ലായിടത്തും ഇത് വ്യാപിപ്പിക്കണം എന്നുള്ള ഒരു സെമറ്റിക് മതത്തിൻ്റെ ചിന്ത. മൂന്നാമതായിട്ട് സെമറ്റിക് മതമായി പറഞ്ഞിരിക്കുന്നത് സ്വാമിജിയുടെ പേരിൽ സ്വാമിജി പറയുന്നത് കമ്മ്യൂണിസവും മാർക്സിസവുമാണ്. അത് അപരനെ കൊല്ലുകയും കൊലവിളിക്കുകയും 70-ാം വയസ്സിലും പിന്നെ ചോരച്ചാലുകൾ നീന്തി കയറിയ എന്ന് പറഞ്ഞ് വിളിക്കുന്ന മാനസിക പരിവർത്തനമില്ലാത്ത ഒരു ജനാധിപത്യമില്ലാത്ത പാർട്ടിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു സൈക്കോപാത്താണ്. അതിന് വലിയ ഭാവി ഈ പൂമുഖത്തില്ല കേരളത്തിലായാലും എന്നതാണ് സ്വാമിയുടെ ഒരു കണ്ടെത്തലും നിർവചനവും. അദ്ദേഹം സ്വാമിയെ എഴുതള്ളാൻ പറ്റാത്തത് അദ്ദേഹം പഴയ SFIയുടെ ജില്ലാ വൈസ് പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് ഈ മാർക്സിയം കാര്യങ്ങളും മൂലധനവും മറ്റു കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്ന ഒരാളായിരിക്കുമല്ലോ. ഇനിയാണ് വളരെ രസകരമായ കാര്യം. SFIയുടെയൊക്കെ കൊടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം. എങ്ങനെയാണ് കെ വേണു ചോദിക്കുന്നത്, എങ്ങനെയാണ് ഈ സ്വാതന്ത്ര്യവും ജനാധിപത്യവും കൂടി, സോഷ്യലിസവും ജനാധിപത്യവും കൂടി ഒന്നിച്ചു പോകുന്നത്? കാരണം സ്വാതന്ത്ര്യം അത് പ്രധാനം തന്നെയാണ്. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ പൊതുമുതൽ മാത്രമേ ഉള്ളൂ. സ്റ്റേറ്റിനാണ് കൂടുതൽ സേ വരുന്നത്. സ്റ്റേറ്റിന് സേ വന്നാൽ സോവിയറ്റ് റഷ്യയിലൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? അവിടെ സംഭവിക്കാൻ പോകുന്നത് അധികാരം കേന്ദ്രീകരിക്കും, സമ്പത്ത് കേന്ദ്രീകരിക്കും. അധികാരവും സമ്പത്തും കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി അവിടെ സ്വജനപക്ഷപാതം. ഇതെല്ലാം നമ്മൾ കേരളത്തിലും സോവിയറ്റ് യൂണിയനിലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സ്ഥലത്തെല്ലാം നമ്മൾ കാണുന്നതാണ്. സ്വജനപക്ഷപാതം കൂടുക, അഴിമതി കൂടുക, അവിടെ ഒരു ജനാധിപത്യവും ഇല്ലാതെ. അപ്പം ജനാധിപത്യവും ഈ സോഷ്യലിസവും ഒന്നിച്ച് പോകില്ല. സോഷ്യലിസം എന്ന് പറയുന്നതിനകത്ത് പൊതുസ്വത്താണുള്ളത്, സ്വകാര്യ സ്വത്തില്ല. സ്വകാര്യ സ്വത്ത് എത്ര കണ്ട് അനുവദിക്കും? നെഹ്റിയൻ സോഷ്യലിസം, ജനാധിപത്യ സോഷ്യലിസം എന്നൊക്കെ ഒരുപാട് വാഗ്ധോരണികൾ നമുക്ക് പറയാമെന്നല്ലാതെ എന്താണിത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ഇതുവരെ ആരും പറഞ്ഞു കേട്ടുമില്ല. ഈ ഭൂമുഖത്ത് 50ഓളം രാജ്യങ്ങളിൽ മാർക്സിസം നടപ്പിലാക്കാൻ ശ്രമിച്ചെങ്കിലും എല്ലായിടത്തും, ചൈനയൊഴിച്ച് എല്ലായിടത്തും അമ്പേ പരാജയമാണ്. ചൈന പക്ഷേ മാർക്സിയൻ ലൈനിൽ നിന്ന് മാറിയിട്ട് നൂറ്റാണ്ടുകളായി അവർ മുതലാളിത്ത ക്യാപിറ്റലിസ്റ്റ് കോർപ്പറേറ്റ് ലൈനിൽ മാറിയിട്ട് എത്രയോ വർഷമായി.
അതുകൊണ്ട് അവരെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടൊന്നും വേണമെങ്കിൽ ചുവന്ന കൊടിയുള്ളത് കൊണ്ട് പറയാം എന്നുള്ളതല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടൊന്നും ചൈനയെ കണക്കാക്കാൻ കഴിയില്ല. പിന്നെ എല്ലാ രാജ്യത്തും തിരിച്ചടി മാത്രമാണ്. കേരളത്തിലായാലും ഇന്ത്യയിലായാലും 60 എം പിമാരുള്ള സ്ഥലത്തു നിന്ന് 2 എം പിമാരിലേക്ക് പോകുന്ന, വളരെ ഒരു എം പിയിലേക്ക് പോയിരിക്കുന്ന, പിന്നെ വളരെ നാമമാത്രമായ ഒരു പാർട്ടിയായി, ഒരു കടലോര പാർട്ടിയായി CPM മാർക്സിസവും മാറിയപ്പോൾ ഈ പറഞ്ഞ ജനാധിപത്യത്തിൻ്റെ അലകൾ എവിടെയാണ്? CP ജോണിനെ പോലുള്ളവർ പറയുന്നതും ആത്മാവിൽ ജനാധിപത്യമില്ല, അകത്ത് ജനാധിപത്യം ഉണ്ടായിരുന്നെങ്കിൽ CP ചന്ദ്രശേഖരനെ കൊല്ലുകയില്ല, KT ജയകൃഷ്ണനെ കൊല്ലുകയില്ല, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരുപാട് ആളുകളുടെ കൊലപാതകം നടക്കുകയില്ല. ഇപ്പോൾ തന്നെ ഓരോരുത്തരെ പ്രേംകുമാർ പുറത്തു പോയിരിക്കുന്നു. പുറത്തുപോയ പ്രേംകുമാർ, അകത്ത് നിൽക്കുന്ന പ്രേംകുമാർ കൊള്ളാം, പുറത്തു പോയപ്പോൾ അദ്ദേഹം കുലം കുത്തിയാകുന്നു. അകത്ത് നിൽക്കുന്ന സുരേഷ്, BSൻ്റെ PA ആയിരുന്ന സുരേഷ് കൊള്ളാം, കോൺഗ്രസ് വേദി പോകുമ്പോൾ അദ്ദേഹം കുലം കുത്തിയാണ്. പിന്നെ രാമകൃഷ്ണൻ, പയ്യന്നൂരിലുള്ള ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്ന രാമകൃഷ്ണൻ അകത്ത് നിൽക്കുമ്പോൾ മിടുക്കൻ, CPMന് അകത്ത് നിന്നപ്പോൾ കൊള്ളാം, പുറത്തു പോകുമ്പോൾ തെമ്മാടിയും കള്ളനും കൊള്ളക്കാരനും പിന്നെ പിടിച്ചുപറിക്കാരനും ഒറ്റുകാരനുമാവും. അപ്പോൾ അങ്ങനെ ഒരു അപരൻ്റെ നിഗ്രഹം എന്നുള്ള നിലയിൽ നമ്മളെ കൂടെ നിൽക്കുന്നവർ തെറ്റ് ചെയ്താലും നമ്മൾ സംരക്ഷിക്കും, പുറത്ത് നിൽക്കുന്നവർ അല്ലെങ്കിൽ നമ്മളെ കൂടെ നിൽക്കാത്തവർ ശരി ചെയ്താലും നമ്മൾ അംഗീകരിക്കുകയില്ല എന്ന് പറയുന്ന പക്കാ ജനാധിപത്യ വിരുദ്ധമായ സമീപനവും ഉണ്ട് എന്നുള്ളൊരു ചർച്ച നടക്കും. ഇത് വളരെ ഗൗരവമായ ചർച്ചയാണ്. ഞാൻ പറയുന്ന ഒരു താത്വിക ചർച്ച എന്നുള്ളത് ഒരുപക്ഷെ ഈ വീഡിയോ മറ്റ് വീഡിയോകൾ പോലുള്ള ഒരു റീച്ചിലേക്ക് പോകുമെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും ഈ വിഷയം ഞാനിപ്പോൾ ചർച്ചയ്ക്ക് എടുത്തത് കേരളത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു വശത്ത് ജനാധിപത്യത്തിൻ്റെ അപ്പോസ്തലന്മാരാണ്, മാനവികതയുടെ മൊത്തം അക്കൗണ്ട് ഞങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞ് മാർക്സിസവും ലെനിനിസവും എന്നൊക്കെ അത് മാനവികതയുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് MA ബേബിയും അങ്ങനെയുള്ള സ്വരാജും ഈ പറഞ്ഞ ബാലഗോപാലുമൊക്കെ ഒരുപാട് വേദികളിൽ, ഇപ്പോൾ മാതൃഭൂമിയുടെ വേദിയാകട്ടെ, മനോരമയുടെ ഹോർത്തോസ് മലബാറിക് മേലെയാകട്ടെ, ഏത് യോഗത്തിലായാലും, ഇപ്പോൾ KLFലും എവിടെയായാലും ഫെസ്റ്റിവലിലും അതുപോലെ നിയമസഭയിൽ നടന്ന ഫെസ്റ്റിവലിലുമൊക്കെ ജനാധിപത്യത്തിൻ്റെ അപ്പോസ്തലന്മാരായി ഞങ്ങളാണ് ഇതിൻ്റെ കാവലാളന്മാർ എന്ന് അല്ലെങ്കിൽ മലാഹമാർ എന്ന് പറയുമ്പോൾ പ്രയോഗത്തിൽ നോക്കുമ്പോൾ പിന്തിരിപ്പനാണ് ഇതൊരു സൈക്കോപാത്താണ്, ഇതൊരു മൂന്നാം സെമറ്റിക് മതമാണ്, ഇത് മറ്റുള്ളവരെ ഒരാളിനെയും അവർ അംഗീകരിക്കുന്നില്ല, അപരനിഗ്രഹമാണ് ഇവരുടെ ഒരു മുഖമുദ്ര എന്നുള്ള ഒരാക്ഷേപവും കേരള സമൂഹത്തിൽ നിൽപ്പുണ്ട്. ഇത് ചർച്ച എടുക്കണം. കാരണം ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ ഭാവി എന്നതിനെ സംബന്ധിച്ച് അവർ ചുമ്മാ ഇങ്ങനെ കുറേ വികസനം നടത്തി കേരളയിൽ കൊണ്ടുവന്നു, അങ്ങോട്ട് വികസനം ഇങ്ങോട്ട് വികസനം എന്നൊക്കെ പറയുന്നൊരു പാർട്ടിയല്ല. അതിനവരുടെ ആവശ്യമില്ല, ഏതെങ്കിലും പാർട്ടി പോലെ. പക്ഷേ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ CPM എന്ന് പറയുമ്പോൾ, CPI എന്ന് പറയുമ്പോൾ നിശ്ചിതമായ ചില ഘടനകളുടെയും ചില സ്ട്രക്ചറുകളുടെയും ചില രൂപരേഖകളുടെയും ചില അടിസ്ഥാന തത്വങ്ങളുടെയും ചില വൈരുദ്ധ്യാനുഭൗതികവാദത്തിൻ്റെയും മൂലധനത്തിൻ്റെയും ദാസ് കാപ്പൽറ്റൻ്റെയും കാറൽ മാർക്സിൻ്റെയും ലെനിൻ്റെയും ഏംഗൽസിൻ്റെയൊക്കെ തത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ജനകീയ ജനാധിപത്യത്തിന് വേണ്ടി നിൽക്കുന്ന പാർട്ടി എന്നുള്ള നിലയിലും, അതുപോലെ തന്നെ ദേശീയ ജനാധിപത്യത്തിന് വേണ്ടി നിൽക്കുന്ന പാർട്ടി എന്നുള്ള CPIയും ഇത് ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. എവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ജനാധിപത്യം? ഒരു ആത്മീയ നേതാവ് വന്ന് പറയുമ്പോഴും, ഇതിനകത്ത് നിൽക്കുന്നവർ പറയുമ്പോഴും, പുറത്ത് നിൽക്കുന്നവർ ഇതിനകത്ത് പറയുമ്പോഴും, ഇവിടെ നിന്ന് പുറത്തു പോയവർ പറയുമ്പോഴും, പക്ക ഇത് കൊണ്ട് നടക്കുന്നവർ എന്തുകൊണ്ട് ഇത് ചിന്തിക്കുന്നില്ല, ചർച്ചയ്ക്ക് വയ്ക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ ഗൗരവമായ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിക്കൊണ്ട് മാത്രമേ മാർക്സിസം ലെനിനിസത്തിനാകട്ടെ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിനാകട്ടെ കേരളത്തിലും ഭാരതത്തിലും ഭാവിയുള്ളൂ. അതുകൊണ്ട് ഇത് ഗൗരവമായി അവർ ചർച്ച ചെയ്യണം. പൊതുസമൂഹം അതിനേക്കാൾ ഗൗരവമായി ചർച്ച ചെയ്യണം. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായിയാണ് ഇത് എന്നും, ഇതൊരു സൈക്കോപാത്താണെന്നും ഇത് പിന്നെ സെമറ്റിക് മതമാണെന്നൊക്കെയുള്ള വലിയ ആക്ഷേപമാണ് പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നത്.